ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കോഴ്സസ് ഓൺ ഇന്ത്യൻ നാഷണലിസം എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള അതിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഐഡിയോളജി ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഭാഗമാണ്. അതിൻ്റെ കൂടെ INC പൊളിറ്റിക്സിൻ്റെ ക്രിറ്റിക്സും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബർ 28 രൂപം കൊണ്ട കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം നൽകിയ പ്രധാന സംഘടനയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ദീർഘകാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയുമാണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിൻ്റെ രൂപീകരണം നോക്കുകയാണെങ്കിൽ 1885 ഡിസംബർ 28 അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഇത് സ്ഥാപിച്ചത്. ഇതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെ ഒരു ദേശീയ വേദിയിൽ ഒന്നിപ്പിക്കുക, ബ്രിട്ടീഷ് ഭരണകൂടത്തോട് ഭരണ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുക, പിന്നീട് പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കുക, ജനാധിപത്യം, ദേശീയ ഐക്യം, ഭരണഘടനാപരമായ ഭരണം എന്നിവ ഉറപ്പാക്കുക എന്നിവയായിരുന്നു. ഇതിൻ്റെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മതനിരപേക്ഷത, ജനാധിപത്യം, ലിബറൽ നാഷണലിസം, സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ മിക്സഡ് എക്കോണമി, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന ഒരു രാഷ്ട്രം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ലെന്ന നിലപാടാണ് മതനിരപേക്ഷത എന്ന ആശയം കൊണ്ട് വ്യക്തമാക്കുന്നത്. ജനാധിപത്യം, സ്വതന്ത്ര തിരഞ്ഞെടുപ്പുകൾ, ഭരണഘടന, നിയമവാഴ്ച, പൗരാവകാശങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. സാമൂഹിക നീതി, പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനം, വിദ്യാഭ്യാസം, തൊഴിൽ സംവരണം തുടങ്ങിയ നയങ്ങളെ പിന്തുണയ്ക്കുന്നു. ഉദാരദേശീയത അഥവാ ലിബറൽ നാഷണലിസം, ഇന്ത്യയുടെ വൈവിധ്യത്തെ അംഗീകരിക്കുകയും വിവിധ ഭാഷ, മത, സംസ്കാര വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്ന ദേശീയതയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥ, സ്വാതന്ത്ര്യാനന്തര കാലത്ത് സർക്കാർ മേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക മാതൃക സ്വീകരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ. ഇവരൊക്കെ പിന്നീട് കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആൾക്കാരൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ INC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര സംഘടനയായിട്ട് രൂപം കൊണ്ടതാണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 1985 സ്ഥാപിതമായിട്ടുള്ള ഈ INCയുടെ ആശയധാര സ്ഥിരമായി ഒരേപോലെ തുടരുന്നതല്ല, മറിച്ച് കാലക്രമേണ പരിണമിച്ചതും വികസിച്ചതും ആണ്. ആദ്യഘട്ടത്തിൽ മിതവാദവും ഭരണഘടനാപരവുമായിരുന്ന കോൺഗ്രസ് പിന്നീട് ദേശീയ ജനാധിപത്യം, സാമൂഹിക നീതി തുടങ്ങിയ മൂല്യങ്ങളിലേക്ക് വളർന്നു. INC 1885 സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യ അഖിലേന്ത്യാ രാഷ്ട്രീയ സംഘടനയാണ്. ഇതിൻ്റെ സ്ഥാപനം ഒരു പെട്ടെന്നുള്ള സംഭവമല്ല, മറിച്ച് 1860കളിലും 1870കളിലും ആരംഭിച്ച രാഷ്ട്രീയ ഉണർവിൻ്റെ ദീർഘകാല പ്രക്രിയയുടെ ഒരു സമാപന ഘട്ടമാണ് എന്നാണ് പറയുന്നത്. ഹ്യൂം ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെയും ഭൗതികരെയും ഒരുമിപ്പിച്ച് കോൺഗ്രസിന് രൂപം നൽകി. ഇന്ത്യക്കാരുടെ അസന്തോഷം ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ പ്രകടിപ്പിക്കപ്പെടണം എന്ന ആശയം ആണ് ഇതിന് പിന്നിൽ. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് മിതവാദ സ്വഭാവമുള്ള ഒരു സംഘടനയായിരുന്നു. ഭരണഘടനാ പരിഷ്കാരങ്ങൾ, സിവിൽ സർവീസിലേക്കുള്ള പ്രവേശനം, നികുതി കുറവ്, അഭിപ്രായ സ്വാതന്ത്ര്യം തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. കാലക്രമേണ INC ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രമായി മാറുകയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. INC രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ് സേഫ്റ്റി വാൾവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൾവ് തിയറി. ഈ ഒരു തിയറി എന്ന് പറയുന്നത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ചരിത്രവാദമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ ഇന്ത്യക്കാരുടെ വളർന്നു വരുന്ന അസന്തോഷവും പ്രതിഷേധവും നിയന്ത്രിക്കാനാണ് കോൺഗ്രസ് രൂപീകരിച്ചത്. അതായത് ജനങ്ങളുടെ പ്രതിഷേധം അക്രമങ്ങളിലേക്ക് മാറാതെ പരാതികൾ സമാധാനപരമായി അവതരിപ്പിക്കാൻ ഒരു സേഫ്റ്റി വാൾവ് അഥവാ മർദ്ദം പുറത്തുവിടുന്ന ഒരു വാൾവ് പോലെ കോൺഗ്രസ് പ്രവർത്തിക്കണമെന്നായിരുന്നു ലക്ഷ്യമെന്ന് ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നു. ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. പിന്നീട് ലാലാ ലജ്പത് റായ് ഈ വാദം വ്യക്തമായി അവതരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ അസന്തോഷം വർദ്ധിച്ചുകൊണ്ടിരുന്നു. വലിയൊരു കലാപം ഉണ്ടാകാനുള്ള സാധ്യത ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു. അതിനാൽ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് അവരുടെ പരാതികൾ സമാധാനപരമായി അവതരിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ വേദി സൃഷ്ടിച്ചു. ആ വേദിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിൻ്റെ വിമർശനങ്ങൾ ഒരുപാടുണ്ട്. പല ചരിത്രകാരന്മാരും ഈ സിദ്ധാന്തത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ദേശീയ ബോധത്തിൻ്റെ വളർച്ചയെ ഇത് അവഗണിക്കുന്നു. വിമർശകർ പറയുന്നത് കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ സൃഷ്ടി മാത്രമല്ല, ഇന്ത്യയിൽ ദേശീയബോധം സ്വാഭാവികമായി വളർന്നു വന്നതിൻ്റെ ഫലവുമാണ്. ഇന്ത്യൻ നേതാക്കളുടെ പങ്കിനെക്കുറിച്ച് കുറച്ച് കാണിക്കുന്നുണ്ട് ഈ ഒരു സിദ്ധാന്തം. ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജിയെ പോലുള്ള നേതാക്കളുടെ ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഈ ഒരു സിദ്ധാന്തം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അഭാവമുണ്ട്. ബ്രിട്ടീഷ് സർക്കാർ കലാപം ഒഴിവാക്കാൻ കോൺഗ്രസ് രൂപീകരിച്ചു എന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖകൾ പര്യാപ്തമല്ലെന്ന് നിരവധി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ശക്തമായ ദേശീയ പ്രസ്ഥാനമായി മാറി. ഇത് ഒരു സേഫ്റ്റി വാൾവ് മാത്രമായിരുന്നുവെങ്കിൽ ഇത്തരമൊരു സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകാൻ സാധ്യത കുറവായിരുന്നുവെന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ. ബ്രിട്ടീഷ് ചരിത്രകാരനായിട്ടുള്ള C.A. ബെയ്ലിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശൃംഖലകൾ ഇന്ത്യൻ ദേശീയതയുടെ ഉദയത്തെയും INC പോലുള്ള സംഘടനകളുടെ രൂപീകരണത്തെയും എങ്ങനെ സ്വാധീനിച്ചുവെന്ന് അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ദേശീയത പെട്ടെന്ന് ഉദിച്ചു വന്ന ഒരു ആശയമല്ല, മറിച്ച് കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ ശൃംഖലകളുടെ ചരിത്രപരമായിട്ടുള്ള ഫലമായിട്ട് ആണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ബിപിൻ ചന്ദ്രയുടെ ഇന്ത്യാസ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് ബ്രിട്ടീഷ് സൃഷ്ടിയല്ല എന്നാണ് പറയുന്നത്. INCയുടെ രൂപീകരണം ഇന്ത്യൻ സമൂഹത്തിൽ വളർന്നു വന്ന രാഷ്ട്രീയ ഉണർവിൻ്റെ സ്വാഭാവിക ഫലമായിരുന്നു. ഇന്ത്യൻ നേതാക്കൾക്ക് സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തയും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ അനിൽ സീലിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, കോമ്പറ്റീഷൻ ആൻഡ് കൊളാബറേഷൻ ഇൻ ദ ലേറ്റർ 19th സെഞ്ച്വറി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, കോൺഗ്രസ് ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ മുഴുവൻ പ്രതിനിധിയായിരുന്നില്ല, മറിച്ച് കൊളോണിയൽ രാഷ്ട്രീയ ഘടനയ്ക്കുള്ളിലെ ഒരു എലൈറ്റ് രാഷ്ട്രീയ സംഘടനയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസം നേടിയ നഗര കേന്ദ്രീകൃത മുകളിൽ നിൽക്കുന്ന ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ഇന്ത്യൻ എലൈറ്റുകളാണ് INC സ്ഥാപിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവർ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ സംവിധാനത്തിനുള്ളിൽ കൂടുതൽ പങ്കാളിത്തവും സ്വാധീനവും നേടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ.